വജ്ര രചന ഹിമ നവീൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. കാരണം ചുറ്റും നടക്കുന്ന സംഭാഷണങ്ങളോ സ്നേഹപ്രകടനങ്ങളോ ഒന്നും അവൻ കണ്ടിട്ടേ ഇല്ലെന്ന പോലെ ആ കണ്ണുകൾ എങ്ങോട്ടേക്കോ അലയുകയാണിപ്പോഴും. പ്രണവ് എബിയെ നോയി ചിരിച്ചുകൊണ്ട് ബഷീറിന്റെ തോളിൽ തോളുകൊണ്ട് പതിയെ തട്ടി. ആ തട്ടലിലാണ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന പോലെ അവൻ എല്ലാവരെയും ശ്രദ്ധിക്കുന്നത്. ഈ കുറുക്കന്റെ കണ്ണെടുത്ത് പോക്കറ്റിലിട്ടില്ലെങ്കിൽ മാളിയേക്കിൽ ആദ്യം തൊണ്ടക്കകത്ത് മാലപ്പടക്കം കത്തിച്ച് പൊട്ടിച്ചെന്ന് വരാം. അതുകൊണ്ട് ഒരുപാടങ്ങ് ഉത്സാഹിക്കരുത്, കേട്ടല്ലോ. ഊർന്നു കിടക്കുന്ന ബഷീറിന്റെ കൈ പിടിച്ച് ആരും കാണാതെ ഞെരിക്കുന്നതിനൊപ്പം ശബ്ദം താഴ്ത്തി വാൺ ചെയ്ത പ്രണവിനെ നോക്കി ഇളിച്ചു കാണിക്കുമ്പോൾ അപ്പുറം നിന്ന് എബി അവൻ ആകമൊത്തം ഒഴിഞ്ഞു നോക്കി കണ്ണുരുക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. പുച്ഛിച്ചുകൊണ്ട് തിരികെ ബഷീറും നോക്കിയെന്ന് ചുണ്ടുകൂട്ടി. ആഹാ, വന്നല്ലോ. അകത്തേക്ക് കയറുന്ന വാതിലേക്ക് നോക്കി മാത്യൂസ് പറഞ്ഞു കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. കസവ് ദാവണി ധരിച്ച് വളരെ സുന്ദരിയായി കയ്യിൽ ആരതിയായി നറുപുഞ്ചിരിയോടെ നടന്നു വരുന്ന സ്വാതിയെ കണ്ട് ബഷീർ അവന്റെ ഇടനെഞ്ചിലേക്ക് മുഷ്ടി ചുരുട്ടി വെച്ചു പോയി. അൽഹംദുലില്ലാ. പ്രണവ് ചിരി അടക്കി പിടിച്ച് ബഷീറിനെ നോക്കി. ആ കണ്ണിൽ അവളങ്ങനെ പൂത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. എബി ചിരിയോടെ പ്രണവിനെ നോക്കി ഒന്ന് കണ്ണിറുക്കി. ആരപ്പിത്? ടാട്ടിൽ ഭാവന മാറി വലിയ പെണ്ണായി പോയല്ലോ. അപ്പൊ ഇനി ഏതെങ്കിലും നല്ല പയ്യന്മാരെ നോക്കി തുടങ്ങണല്ലോ കുഞ്ഞമ്മാവാ. എബി വളരെ നിഷ്കളങ്കമായ ചിരിയോടെ പറഞ്ഞ് ഇടം കണ്ടിട്ട് നോക്കുമ്പോൾ ബഷീറിന്റെ മുഖം കൂർത്തിട്ടുണ്ട്. സ്വാതിയുടെ കണ്ണും വീർപ്പിച്ചു വെച്ച കവിൾ കണ്ട് എബിക്കും പ്രണവിനും വജ്രക്കും ചിരി വന്നു. ആ, പഠിപ്പൊക്കെ കഴിഞ്ഞു, ജോലിയൊക്കെ മേടിക്കട്ടെ, എന്നിട്ട് നീ തന്നെ കണ്ടുപിടിക്കേണ്ട പുലിക്കുട്ടിക്ക് ഒരു കിടിലൻ ചെക്കന്. ബഷീർ താടിയും തടയോളം വശ്യമായി നോക്കി ചിരിച്ചു. ശേഷം എബിയെ നോക്കി ബാക്കിലേക്ക് കോളന്ന് പൊക്കി വലിച്ചിട്ടു. ഇതിലും നല്ലൊരു ചെക്കന് നിനക്ക് നിന്റെ പെങ്ങൾക്ക് ഇനി കൊടുക്കാൻ പറ്റുമോ മിസ്റ്റർ എബിൻ തോമസ് എന്നാണ് ചുണ്ടനയ്ക്കാവൻ പറയുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ കണ്ടേച്ചാലും മതി എന്നും പറയും പോലെ തിരിച്ചൊരു എക്സ്പ്രഷൻ എബിയും നൽകി. സ്വാതി ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിരിയും നാണം ഒതുക്കി നിർത്തി മാത്യൂസിനെയും ചിത്രയെയും ചേർത്ത് നിർത്തി ആരതി ഒഴിഞ്ഞു. ആദിത്യന്റെ കണ്ണുകളിൽ എവിടെയോ സംശയത്തിന്റെ മുള പൊട്ടിയത് മറ്റാരും കണ്ടില്ലെങ്കിലും പ്രണവ് കാണുന്നുണ്ടായിരുന്നു. നിമിഷങ്ങൾക്കകം മാളിയേക്കൽ തറവാടിന്റെ അകത്തളങ്ങളിൽ ഓണപ്പാട്ടുകളും ബഹളങ്ങളും നിറഞ്ഞു. സ്റ്റീരിയോയിലൂടെ പതിയെ ഒഴുകിയെത്തുന്ന പാട്ടിനൊപ്പം സദ്യവട്ടമൊരുക്കാനുള്ള ബഹളവും കളിച്ചിരികളും ഉയർന്നപ്പോൾ എല്ലാവരും സന്തോഷ നിമിഷങ്ങളിൽ ആറാടുമ്പോൾ തറവാടിന്റെ ഇടനാഴികളും ഉള്ളറകളും കാണാനിറങ്ങി. മാത്യൂസും എബിയും വജ്രയും ബഷീറും പ്രണവുമൊക്കെ പല വഴിക്കായി നീങ്ങിയിരുന്നു. എബിത്തെ ആരെങ്കിലും പോന്ന്. ചിത്രയുടെ അവിടുത്തെ പണ്ടത്തെ റൂമിനോട് ചേർന്ന് ഒരു കുഞ്ഞ് ലൈബ്രറി ഉണ്ട്. ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലായിരുന്ന ചേച്ചിയുടെ പ്രിയപ്പെട്ടതെല്ലാം ആദിത്യൻ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന മുറി കൂടിയാണത്. സ്വാതി അവർക്കത് കാണിച്ചു കൊടുത്ത് ഇറങ്ങിപ്പോകുമ്പോൾ പ്രണവ് നീളമുള്ള ഇടനാഴിക്കപ്പുറത്തെ ബാൽക്കണിയിലേക്ക് നടന്നിരുന്നു. അവിടേക്ക് ചാഞ്ഞിറങ്ങി കിടക്കുന്ന വലിയ തടിച്ച ആ മാങ്കൊമ്പിലിരിക്കാൻ വല്ലാത്ത മോഹം തോന്നിയവന്. ബഷീറിന് വീട്ടിൽ നിന്നും പാത്തുവിന്റെ കോൾ വന്നിട്ട് അവനും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ആ തക്കം നോക്കിയപ്പോ വജ്രക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ആ കണ്ണിലേക്ക് നോക്കി ചുവട് വയ്ക്കുന്ന നേരത്താണ് നാണവും പേടിയും പരിഭ്രമവും കൊണ്ട് അവിടെ ശബ്ദം പതിയെ ഉയർന്നത്. ഒച്ച വെച്ച് ആളെ കൂട്ടാതെ ചീവിയുടെ ഓടിച്ചെന്ന വായുപൊത്തി അകത്തേക്കും പുറത്തേക്കും നോക്കി പറയുമ്പോൾ അവന് ചിരി വരുന്നുണ്ടായിരുന്നു. അവന്റെ വിരലിൽ ചേർന്ന ചുണ്ടുകൾ പതിയെ വിറക്കുന്നതറിഞ്ഞ നിമിഷം ആ കണ്ണിലേക്ക് ഒരു സെക്കൻഡ് നോക്കി നിന്ന ശേഷം നെറ്റിയിൽ ചുണ്ടമർത്തി ചേർത്ത് വെച്ചു എബി. എല്ലാതൊരു സ്വപ്നം പോലെ തോന്നുന്നു അല്ലേ എബി? നെറ്റിയിൽ നിന്നും ചുണ്ടുകൾ പിൻവലിച്ച് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയവൻ തന്നിലേക്ക് അണച്ചു പിടിച്ചപ്പോൾ വജ്രയൊന്ന് പിടഞ്ഞു. പറഞ്ഞില്ലേ ഞാനെന്ന്, എനിക്ക് ആ സമ്മാനം തിരികെ വേണമെന്ന്. ഒത്തിരിയായി നീ എന്നെ പറ്റിക്കുന്നു. ഇപ്പം നേരം പോലൊന്നും മുന്നിൽ വന്ന് നിൽക്കാറുമില്ല നീ. പഠിത്തവും പ്രൊജക്റ്റും എക്സാം എന്നൊക്കെ പറഞ്ഞ് അരികിൽ വന്ന് നിൽക്കുന്ന നേരം തൊട്ട് പോകാനുള്ള ധൃതിയാണ് എപ്പോഴും. എനിക്ക് മിസ് ചെയ്യുന്നടി നമ്മളെ. എന്നും ഫോൺ വിളിച്ചിട്ട് എത്ര സംസാരിച്ചിട്ടും അത് മാറുന്നില്ലടി. തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് താടിത്തുമ്പുയർത്തി പറഞ്ഞതും അനുവാദമൊന്നും കാത്തു നിൽക്കാതെ ആ പനനീർപ്പൂവിന്റെ മൃദുലതയുള്ള ആളുടെ അധരങ്ങളിൽ അവൻ ചുണ്ടമർത്തി. ആളുടെ കണ്ണടഞ്ഞു പോയ നിമിഷങ്ങൾക്ക് ശേഷം ആ അധരങ്ങളിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ എബിയുടെ മുഖത്ത് കുസൃതി നിറഞ്ഞിരുന്നു. വജ്രയാണെങ്കിൽ അവന്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ വാതിലിന് മറവിലേക്ക് ചാരിയെന്ന് ഒരു കൈ കൊണ്ട് അവന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി. 6 മാസം കഴിഞ്ഞ നമ്മുടെ മനസ്സമ്മത. അന്ന് ഇതുപോലെ സമ്മാനം തരും, പക്ഷെ എല്ലാവർക്കും മുന്നിൽ വെച്ചാവും, നോയിക്കോ. ആളുടെ അടുത്തേക്ക് വന്ന് ഇന്നുള്ളിൽ ചിരി അടക്കി പിടിച്ചവൻ പറഞ്ഞപ്പോൾ കണ്ണു മിഴിഞ്ഞു പോയി അവളുടെ. ഇപ്പൊ എന്നതേ ഇവിടെ പിടിച്ച് തള്ളിയില്ലേ, അതിന്റെ ശിക്ഷയാ, നോയിക്കോ. അവന്റെ ചുണ്ടിൽ ഒളിച്ച് കളിക്കുന്ന ചിരി ആ സെക്കൻഡിൽ തന്നെ അവളുടെ കണ്ണുകൾ ഒപ്പിയെടുത്തപ്പോൾ എത്ര വേണ്ടെന്ന് വിചാരിച്ചിട്ട് അവളുടെ ചുണ്ടിൽ നാണം കലർന്ന ചിരി മുടിഞ്ഞു. നസ്രാണി അവനെ ആഞ്ഞു തള്ളി പുറത്തേക്ക് ഓടുന്നേരം ചിരിച്ചുകൊണ്ട് തല്ലാനായെന്ന പോലെ കളിയായി കൈയുയർത്തി പുറകെ അവനെ ഓടി. ഡാ, മര്യാദയ്ക്ക് എന്റെ കൊച്ചിന് കൂടി ആളിലേക്ക് വന്നോ, നിന്നെ എനിക്ക് തീരെ വിശ്വാസം പോരാ. വാട്സപ്പ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് ഫോണിൽ നോക്കി. മാത്യൂസ് ആണ്. അവന് ചിരി വന്നു പോയി. സാറിന്റെ മോനല്ലേ ഞാൻ, അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പോയി കേസ് കൊടുക്കാറുന്നവരെ താൽക്കാലം കാർന്നൊരു കലവറയിലേക്ക് ചെല്ലുക. കുലുങ്ങി ചിരിച്ചുകൊണ്ട് റിപ്ലൈ അയച്ചവൻ വജ്രയെ തിരഞ്ഞിറങ്ങി. ഒത്തിരി മൊഞ്ചു കൂടിയിട്ടുണ്ടടി.
സ്വാതിയുടെ കാതിലാടുന്ന ജിമിക്കിൽ പതിയെന്ന് തട്ടി പ്രണയം നിറച്ച കണ്ണുകളോട് ആ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ ബഷീറിന്റെ നെഞ്ച് അതിശക്തമായും ഇടിക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടം താങ്ങാനാവാതെ അവന്റെ വലം കൈയിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന തന്റെ ഇരുകൈകളിലേക്കും ദൃഷ്ടി മാറ്റി അവളൊന്ന് ചിരിച്ചു. എന്തൊരു ബിസിയായിപ്പോ, ഒന്ന് കാണാൻ ഓടി വന്നിട്ട് എവിടെയായിരുന്നു? ദേഷ്യം വന്നു എനിക്ക്. എന്നിട്ട് ഇപ്പതേ ഇത്രയും റിസ്ക് എടുത്ത് കണ്ണു നിറയെ കാണുന്ന വലിയ ഡയലോഗ് അടിച്ച് എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എന്നെ ഇവിടെ പിടിച്ചു വെച്ചിട്ട് ഇപ്പൊ ഒന്ന് മുഖത്തേക്ക് കൂടി നോക്കാൻ നിൽക്കുക നീ. ഒന്നുകൂടി അരികിലേക്ക് വലിച്ചേർത്തവൻ കോറിഡോറിലെ ചുമലിലേക്ക് ചേർന്ന് നിന്നു. എക്സാമും പ്രോജക്റ്റൊക്കെ ആയിട്ട് നട്ടം തിരിയായിരുന്നില്ലിക്ക ഞാനും. കാണാൻ ഇഷ്ടമില്ലായിട്ടാന്നാ ഈ ദിവസം എത്ര കാത്തിരുന്നു എന്നറിയോ? മുഖമുയർത്തി അവന്റെ കവിളിലേക്ക് കൈവച്ച് പറഞ്ഞ പെണ്ണിനെ നിറഞ്ഞ സ്നേഹത്തോടെ അവൻ നോക്കി. തന്റെ കവിളിൽ നിന്ന് ആ കൈയെടുത്ത് മാറ്റി അവളുടെ കവിളിൽ നേർമയായെന്ന് പിച്ചി അവളുടെ കണ്ണൊന്ന് ചിണുങ്ങി. ഇടവലം നോക്കിയ ശേഷം സ്വാധീന നെറുകയിൽ അവനവന്റെ ഉള്ളിലെ മുഴുവൻ സ്നേഹം ആവാഹിച്ച് ആദ്യ ചുംബനം പതിച്ചു വെച്ചു. കണ്ണുകളടച്ചത് സ്വീകരിക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ അത്രമേൽ മനോഹരമായ ചിരിയുണ്ടായിരുന്നു. പോവാം നമുക്ക്. ഇങ്ങനെ അവിടെ ഇനി നിന്നാലേ ഞാൻ ചിലപ്പോൾ നെറ്റിയിൽ പതിഞ്ഞ സമ്മാനത്തിന് ചുണ്ടിലേക്കൊരു പ്രമോഷൻ തന്നു പോകും. നീ ചങ്കിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി വന്ന് ശരിക്കൊന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്കെന്നെ തീരെ വിശ്വാസമില്ല. ഇപ്പോൾ ശരിയാവില്ല. വന്നേ. ആളുടെ കവിളിൽ കൈവച്ച് ദയനീയമായി പറയുന്ന അവനെ കണ്ട് ചിരി അടക്കി നിർത്തി കളിയായി ആ നെഞ്ചിലേക്കൊന്ന് തള്ളിയതും. സ്വാതി ആർക്ക് കേൾക്കാൻ മാത്രം ഭാഗത്തിൽ അടക്കി പിടിച്ച എന്നാൽ മൂർച്ചയേറിയ ആദിത്യന്റെ അഗർജനം അവരുടെ കാതുകളിലേക്ക് തുളച്ചു കയറി. ഞെട്ടിലോടെ ഇരുവരും അകന്നു മാറി മുമ്പിലേക്ക് നോക്കി. അച്ഛന്റെ കണ്ണുകളിൽ കാണുന്ന രോഷത്തിൽ ഒരു വേള ഹൃദയം പൊള്ളിപ്പിടഞ്ഞെന്ന പോലെ സ്വാതിയുടെ കണ്ണുകളിൽ കണ്ണീര് ഉരുണ്ടുകൂടി. പക്ഷേ ബഷീറിന്റെ മുഖത്ത് ആദ്യത്തെ പകപ്പും ടെൻഷനും ഭയവും മാറി ഒരുതരം ദൃഢത കൈവന്നിരുന്നു. എന്തുകൊണ്ടോ വല്ലാത്തൊരു കോൺഫിഡൻസ് തന്നെ പൊതിഞ്ഞു നിൽക്കും പോലെ. മാളിയേക്കിൽ ആദ്യത്തിന് അടുത്തെറിഞ്ഞുകൊണ്ടാണോ അത് അറിയില്ല. പക്ഷെ ഒന്നറിയാം, സ്വാതിയെ തനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. എന്തും നേരിടാനുള്ള വല്ലാത്തൊരു ധൈര്യമുണ്ട് മനസ്സിൽ. എബിയുടെ ചിരി മനസ്സിലൊന്ന് ഓർത്തെടുത്തു. നിന്നിടത്ത് നിന്ന് അനങ്ങാൻ കഴിയാതെ ചങ്ങലകളിൽ ബന്ധിതയായതുപോലെ നിൽക്കുന്ന സ്വാതിയെയും യാതൊരു പതർച്ചയും ഇല്ലാതെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ബഷീറിന്റെ അരികിലേക്ക് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ആദിത്യൻ നടന്നെടുത്തു. എന്ന് തുടങ്ങിയത്? കലിയടക്കി പിടിച്ച ശബ്ദം. അതിന്റെ മൂർച്ചയിൽ ഞെട്ടിയ സ്വാതിയുടെ കണ്ണുകളിൽ നിന്ന് അതുവരെ തടഞ്ഞു നിർത്തിയ കണ്ണുനീർ ഞൊടിയിടയിൽ ഇറ്റു വീണു. അങ്കിൾ. ബഷീറിന്റെ വിളിക്ക് കൈ ഉയർത്തി തടസ്സം വെച്ച അയാൾ അവനെ രൂക്ഷമായി നോക്കി. ഞാൻ എൻ്റെ മകളോടാ ചോദിച്ചത്. അത്രയും പറഞ്ഞപ്പോഴേയും സ്വാതി പാഞ്ഞു വന്ന് ആദിത്യന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വരിഞ്ഞ് മുറുക്കി പിടിച്ചു. ആളുടെ കണ്ണുകളിൽ പെയ്ത പെരുമഴ നെഞ്ചാകെ നനയ്ക്കുമ്പോഴും ആളുടെ ഏങ്ങലടികൾ കാതിനെ പൊള്ളിക്കുമ്പോഴും ആളെ ചേർത്ത് പിടിക്കാൻ അവന്റെ കൈകൾ ഉയരാതിരുന്നപ്പോൾ ബഷീർ ഒന്ന് ഇടിവിർപ്പെട്ടുകൊണ്ട് ആദിത്യന്റെ കണ്ണിലേക്ക് നോക്കി. അവനെ തന്നെ തറപ്പിച്ച് നോക്കിയാണ് ആദ്യം. കുറച്ച് മാസങ്ങളായിട്ടുള്ളിൽ ഇഷ്ടമുണ്ട് അച്ഛ. വേണ്ടെന്ന് ചിന്തിക്കാൻ പോലും ഞാൻ നോക്കിയിട്ടില്ല. അച്ഛൻ പറയാറില്ലേ, മനസ്സിന് തീ കൊളുത്തിയിട്ട് അതിന്റെ ചാരത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ അതിൽ ഭേദം മരിക്കുന്നതാണെന്ന്. ഇക്കയോടൊപ്പം മാത്രമേ ലൈഫ് എനിക്ക് ഉണ്ടാവൂ എന്ന് തീരുമാനമെടുത്ത നാളെ മുതൽ അച്ഛനോടെല്ലാം തുറന്നു പറയുന്ന ദിവസം തന്നെ തിരഞ്ഞെടുത്തിരുന്നു ഞാൻ. അച്ഛൻ്റെ ചിത്തേച്ചിയും കുടുംബവും ഈ മാളികയിലേക്കായിരുന്ന ദിവസം മാത്രമേ ഇത്രയും വർഷങ്ങളായുള്ള ഈ നെഞ്ചിലെ കനലിൽ കെട്ടടങ്ങുമെന്ന് എന്നേക്കാൾ കൂടുതൽ ആർക്കറിയാം അച്ഛ. ഈ മനസ്സ് മുഴുവൻ ശാന്താവും വരെ കാത്തിരുന്നാണ് ഞാൻ ഇതൊന്നും പറയാൻ. മനസ്സിലാവില്ല അച്ഛൻ എന്നെ. നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി നോക്കുന്നവളെ യാതൊരു ഭാഭേദമില്ലാതെ ആദിത്യൻ നോക്കി. തന്നെ ഇനിയും ചേർത്ത് പിടിച്ചില്ലെന്നോർക്കെ ഹൃദയധമനിൽ ശക്തമായ എന്തോ വന്നിടിച്ച പോലെ അവൾക്ക് തോന്നി. മനസ്സിലേക്കൊരു വേദനയും ടെൻഷനും പടർന്നു. കണ്ണുകളിൽ വീണു കണ്ണീര് തളം കെട്ടി തുടങ്ങി. അച്ഛന്റെ നോട്ടം ബഷീറിലേക്ക് നീങ്ങുന്നു, തന്നെ അയാളിൽ നിന്ന് തന്നെ അടർത്തി മാറ്റുന്നു. ഉൾക്കിടലത്തോടെ അവൾ അറിഞ്ഞു. എന്ത് ധൈര്യത്തിലാ നീ ആദിത്യന്റെ മകളെ സ്നേഹിച്ച്? കണ്ണിലേക്ക് നോക്കി കടുപ്പത്തിൽ ചോദിച്ച ചോദ്യം കേട്ടിട്ടും ബഷീറിന്റെ കണ്ണിൽ യാതൊരു ഭയവുമില്ലെന്ന് കണ്ട് ആദിത്യന്റെ കണ്ണൊന്ന് കൂർത്തു. അവന്റെ കണ്ണുകളിൽ ആത്മവിശ്വാസങ്ങളുടെ ഒരു പരിഹാസച്ചിരി ഉണ്ടായിരുന്നു ആദിത്യനിൽ. സ്വാതി ഊർന്നു കിടന്നിരുന്ന കൈവിരലുകൾ രണ്ടും കോർത്തു വലിച്ച് നിറഞ്ഞ വേദനയോടെ ഇരുവരെയും നോക്കി. എന്റെ സ്നേഹത്തിലുള്ള വിശ്വാസത്തിനൊപ്പം മാളിയേക്കൽ ആദിത്യനുള്ള വിശ്വാസം. ആ ധൈര്യമായിരുന്നു എനിക്ക്. ഇനി അങ്ങോട്ടും. ബഷീറിന്റെ മറുപടി കേട്ട് അയാൾ അവനെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി. അവന്റെ കണ്ണുകൾ പതിയെ സ്വാതിയിലേക്ക് നീണ്ടു. നീ എൻ്റെ ആരാണെന്ന് പറയാൻ എനിക്കൊരു പേടിയില്ല എന്ന് പറയുന്ന ആ നോട്ടം കണ്ട് അവിടെ കണ്ണൊരിക്കൽ കൂടി നിറഞ്ഞപ്പോൾ ആദിത്യന്റെ ഭാവത്തിലൂടെ അതിശയത്തിന്റെ ഒരു നുള്ളു തരി വെളിച്ചം മിന്നിമാഞ്ഞത് ബഷീർ കണ്ടിരുന്നു. അവശേഷിച്ചിരുന്ന ചെറിയൊരു ആശങ്ക മാറി അവന്റെ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി തെളിയാൻ അത് മതിയായിരുന്നു. ആദിത്യൻ അവനെ പഠിക്കും പോലെ ആ കണ്ണിലേക്ക് നോക്കി അരികിലേക്ക് നടന്നെടുത്തു. നിന്റെ വീട്ടുകാര്, നിന്റെ സമുദായം, അങ്ങനെ നിനക്ക് നേരെ ഇവൾക്ക് നേരെ വാളായിട്ട് ഉയരാൻ പോകുന്ന എന്തൊക്കെയാ? പ്രായത്തിന്റെ അടുത്തിയാട്ടം കൊണ്ട് കണ്ണും കാതുമില്ലാതെ പ്രേമിക്കാൻ തുനിഞ്ഞതിന്റെ ധൈര്യമൊക്കെ ഇതിന്റെ പേരിൽ നിന്റെ ഉറ്റവരോട് എവരൊരു ചെറുവിരലാണെങ്കിൽ അവിടെ തീരും. ഈ നാടും സമുദായം അറിഞ്ഞൊന്ന് പേടിപ്പിച്ച് നിന്റെ നെഞ്ചത്ത് തന്നെ പിടിച്ചാൽ തീരാവുന്നേയുള്ളൂ മോനെ ബഷീറേ നിന്റെ ഈ ഇഷ്ടം. അങ്ങനെ ചെയ്യാൻ പാറ്റിയിട്ട് ആയുസ്സുള്ള നിന്റെ ഈ വിലക്കപ്പെട്ട പ്രേമന്റെ മകളുടെ കണ്ണീരിലേക്ക് കലാശിക്കൂ. അതുകൊണ്ട് ഇന്നീ നിമിഷം എല്ലാം മറന്നേക്കണം രണ്ടും. പ്രായത്തിന്റെ
പറഞ്ഞു മുഴുവനാക്കും മുമ്പേ ആദിത്യന്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചിരുന്നു ബഷീർ. താൻ പറഞ്ഞെല്ലാം അവന്റെ ഉള്ളിൽ തീർത്ത അമർഷ കണ്ണുകൾ തെളിഞ്ഞു കണ്ടപ്പോൾ ആദിത്യന്റെ നോട്ടത്തിലെവിടെ ഒരു നുള്ളി ചിരി പൊളിഞ്ഞിരുന്നു. ബഷീറിന്റെ കണ്ണുകൾ അത് കണ്ടെടുത്തില്ലെന്ന് മാത്രം. അവന്റെ കാതിൽ നേരത്തെ കേട്ട വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആമ്പാറ്റയുടെ ആയുസേ ഉള്ളൂ നിന്റെ വിലപ്പെട്ട പ്രേമത്തിന്. നാടോ വീടോ സമുദായമോ നോക്കിയില്ല ഞാനിവിടെ ഇഷ്ടപ്പെട്ട്. എനിക്കിന്ന് വ്യക്തിത്വവും മനസ്സിന്റെ ധൈര്യവും മാത്രമേ ഇപ്പൊ കൈമുതലായിട്ടുള്ളൂ. മാളിയേക്കൽ ആദിത്യന് അതുമാത്രമേ മകൾക്കായി കണ്ടുപിടിക്കുന്നതിന് വേണ്ട യോഗ്യതയായിട്ട് കാണുള്ളൂ എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നിങ്ങളുടെ സമ്മതം മാത്രമേ എനിക്ക് വേണ്ടൂ. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടത് അവരുടെ മകനെ ജീവനെ പോലെ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്, അല്ലാതെ ഒരു സമുദായ സ്നേഹിയല്ല. ആ ഉറപ്പ് എനിക്ക് തരാൻ കഴിയും. എന്നെ നിറഞ്ഞ മനസ്സോട് അംഗീകരിച്ചുള്ള സന്തോഷത്തോടെ എൻ്റെ കയ്യിലേൽപ്പിക്കാൻ അങ്കിളുടെ കഴിയും വരെ കാത്തിരിക്കാനുള്ള ക്ഷമയും മനസ്സും എനിക്കുണ്ട്. എത്ര വർഷം കഴിഞ്ഞാലും അവൾ ഇതിൽ നിന്നും പിന്മാറില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാളിയേക്കൽ ആദിത്യന്റെ മകളുടെ മനസ്സിന്റെ ആ ഉറപ്പാണ് ബഷീറിന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സമ്പത്ത്. ഈ നാട് തന്നെ കത്തിയാലും എൻ്റെ ജീവൻ പോകുന്ന അവസാന നിമിഷം വരെ അവൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. ബഷീറിന് സ്വാധീനം വേണം. അവളുടെ അച്ഛൻ അവളെ സ്നേഹിച്ച് സംരക്ഷിച്ച് ചേർത്ത് നിർത്തിയ പോലെ, അല്ലെങ്കിൽ അതിൽ ഇരട്ടിയായിട്ട് എന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ എനിക്കൊരു നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സമുദായത്തിന്റെയും പിന്തുണ ആവശ്യമില്ല. ഇവൾക്ക് എന്നോടുള്ള ഇഷ്ടം മാത്രം മതി. കിതച്ചു പോയിരുന്ന അവൻ സ്വാതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും ഉയർന്ന ഏങ്ങലടികളും കേട്ട് നെഞ്ചു വിരിഞ്ഞു മുറുകുമ്പോഴും ആദിത്യന്റെ കണ്ണിലേക്കുള്ള ബഷീറിന്റെ ശൗര്യം നിറഞ്ഞ നോട്ടം ഒരു ഇഞ്ച് പോലും അനങ്ങിയില്ല. പുറകിൽ എബിയും വജ്രയും പ്രണവും വന്നതറിഞ്ഞ് ആദിത്യൻ പതിയെ തലയിരിച്ചു നോക്കി. വിളറി നിൽക്കുന്നുണ്ട് വജ്ര. പ്രണവ് അതേ അവസ്ഥയിൽ തന്നെ. ബഷീറിന് ഒരു വാക്കുകൊണ്ട് പോലും ആരും നോക്കുന്നത് സഹിക്കാനാവില്ല രണ്ടുപേർക്കും. ആരതിന് മുതിർന്നാലും പ്രണവ് അവളും പ്രതികരിച്ചു പോവും. പക്ഷേ ഇതിപ്പോ എതിർപക്ഷത്ത് ആദിത്യനാണ്. അയാളുടെ മക്കളോടുള്ള ബഷീറിന്റെ ഇഷ്ടമാണ് വിഷയവും. അതാണ് ഈ തളർച്ച രണ്ടുപേർക്കും. എബിയുടെ മുഖത്ത് പക്ഷേ കുഞ്ഞ് ചിരിയാണ്. ആദിത്യന്റെ കണ്ണിൽ ഒളിച്ചു പിടിക്കുന്ന തരത്തിൽ അതേ ചിരി പ്രതിഫലിച്ച നിമിഷങ്ങൾക്കുള്ളിലാണ്. തന്നെ തറപ്പിച്ചു നോക്കുന്ന ബഷീറിലേക്ക് വീണ്ടും ആദിത്യന്റെ നോട്ടം പതിഞ്ഞു. തന്റെ കയ്യിലുള്ള പിടി വേദനയ്ക്കും വിധാൻ മറന്നപ്പോഴാണ് ബഷീർ ഇപ്പോഴും തന്റെ വാക്കുകളിൽ ഉരുകി പരിസരബോധമില്ലാതെ നിൽക്കുകയാണെന്ന് ആദിത്യൻ മനസ്സിലാക്കുന്നത്. ഉള്ളിൽ നിറഞ്ഞ് ചിരിച്ചുപോയി. മരുമോനൊരു ഒന്നൊന്നര മുതൽ തന്നെയാ. സ്നേഹവും വാത്സല്യം ഒന്നുകൂടി കൂടിയോ? മരുമോൻ കയ്യിലേക്ക് പിടിവിട്ടില്ലെങ്കിൽ ഇവളെ നിന്റെ കയ്യിലേക്ക് വെച്ചുതരാൻ പിന്നെ എൻ്റെ ഈ കൈ ഉണ്ടാവില്ല. നീ ജിമ്മിൽ പോയി വാർത്തെടുത്ത ശക്തി നിന്റെ ഫാദറിലൂടെ മേലെ തന്നെ പ്രയോഗിക്കണോടാ മോനെ ബഷീറേ. അടുത്ത സെക്കൻഡിൽ ബഷീർ ഞെട്ടി സ്വഭാവം വീണ്ടെടുത്തു. സ്വാതി ചിരിച്ച് കരഞ്ഞുകൊണ്ട് ആദിത്യന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച അതേ നിമിഷം തന്നെ കണ്ണു നിറച്ചുകൊണ്ട് അയാളെ ബഷീർ കെട്ടിപ്പിടിച്ചിരുന്നു. അങ്കിൾ, എനിക്കവളെ ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളെയും. അവന്റെ പറച്ചിൽ കേട്ട് എല്ലാവരും പരിസരം മറന്ന് ചിരിച്ചുപോയി. വജ്രയും പ്രണവും എബിയും പരസ്പരം കൈയമർത്തി കോർത്തു പിടിച്ച് നിറഞ്ഞ സന്തോഷത്തോടെ തമ്മിൽ നോക്കി. ആദിത്യൻ ചിരിയോടെ ബഷീറിനെ അടർത്തി മാറ്റി. അവന്റെ കവളിൽ പതിയും തട്ടി പുഞ്ചിരിച്ചു. ബഷീറിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അപ്പോഴും. എൻ്റെ ചിത്തേച്ചിയെ നഷ്ടപ്പെട്ട വർഷങ്ങൾ, ആ സ്നേഹവും സാമീപ്യവും, എന്തിന് ഒന്ന് മനസ്സോർന്ന് അതിനോട് ചിരിക്കാനെങ്കിലും കുതിച്ച വർഷങ്ങൾ ഇപ്പോഴും നെഞ്ചിലിങ്ങനെ കുത്തിക്കയറുന്നുണ്ട്. എനിക്ക് എൻ്റെ മോളെ ഇനിങ്ങനെ നഷ്ടപ്പെടുത്താനോ വേദനിപ്പിക്കാനോ കഴിയോടാ ചെറുക്ക. അവൾക്ക് ഇഷ്ടപ്പെടുന്നവൻ്റെ വ്യക്തിത്വം അതുമാത്രം ഈ അച്ഛൻ നോക്കൂ. എൻ്റെ എബിക്കുട്ടിനും അവൻ്റെ ഈ പെണ്ണിനും പ്രണവിനും വേണ്ടി നീ ഭ്രാന്തനായിട്ട് മാറിയ 4-5 മണിക്കൂർ മാത്രം മതി എനിക്ക് നിന്നെ അളക്കാൻ. ഇവൾക്ക് നിന്നേക്കാൾ ബെറ്റർ ഒരുത്തനെ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റുമോ? ഞാൻ നിന്റെ ധൈര്യം ഒന്ന് പരിശോധിച്ചല്ലേ. ഈ ആദിത്യൻ്റെ മരുമോൻ ഉശീരുള്ളവൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ. ബഷീർ കണ്ണു നിറച്ച് വീണ്ടും ചിരിച്ച ആദിത്യനെ മുറുകെ പിടന്നു. അയാൾ അവനെ ചേർത്ത് പിടിച്ചു. ബഷീർ തലയിരിച്ച് തൊട്ടരികിൽ അച്ഛനോട് ചേർന്ന് നിൽക്കുന്ന സ്വാതിയെ നിറഞ്ഞ സ്നേഹത്തോടെ നോക്കി കൺസിമ്മി. ആളും ചിരിച്ചുകൊണ്ട് കണ്ണു നിറച്ച് നിൽക്കുകയാണ്. പിന്നെ എൻ്റെ അത്രയില്ലെങ്കിലും നീയും ഭയങ്കര ഗ്ലാമർ അല്ലേ, അതുകൊണ്ട് ഇനി എനിക്കൊന്നും നോക്കാനില്ല അല്ലേടാ എബിക്കുട്ട. പറഞ്ഞത് മുഴുവനാക്കിയത് എബിയോട് ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ബഷീർ ചിരി ഒതുക്കി പിടിച്ച അയാളിൽ നിന്ന് അടർന്നു മാറി. നിറഞ്ഞ പുൻചിരിയോടെ നിൽക്കുന്ന എബിയെയും പ്രണവിനെയും വജ്രയും ഓടിച്ചെന്ന് മുറുകെ പിടന്നു. അളിയാ. എബി കാതോരം വിളിച്ചും കണ്ണിറുക്കി പിടിച്ചിരിച്ചവൻ അവന്റെ കവളിൽ അമർത്തിയൊന്ന് ഉമ്മവച്ചു. പ്രണവിനെ ചിരി പൊട്ടിപ്പോയിരുന്നു. വജ്രയുടെ കയ്യിൽ ബഷീറിന്റെ ഇടതുവിരലുകൾ മുറുക്കി അരികിൽ നിന്നിരുന്ന പ്രണവിനെ മറുകൈ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. അവന്റെ സന്തോഷമല്ലാത്ത ആവേശത്തോടെ കണ്ണിറച്ച് കാണുകയായിരുന്നു സ്വാതി. ആദിത്യൻ അവളെ ചേർത്ത് പിടിച്ച് ബഷീറിന്റെ അരികിലേക്ക് നീങ്ങി. അവനെ കൈ പിടിച്ച് വലിച്ച് മുന്നിലേക്ക് നീക്കി നിർത്തി. നീ ഇവളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും എല്ലാ സന്തോഷങ്ങൾക്കും ഒരിക്കലും തീരാത്ത സന്തോഷത്തോടെ ഇഷ്ടത്തോടെ മടുപ്പൊന്നുമില്ലാതെ കൂടെ നിൽക്കുമെന്ന്. അതിനൊപ്പം നല്ലവും ചീത്തയും പറഞ്ഞു കൊടുത്ത് ശാസിക്കാനും മടിക്കില്ലെന്നറിയാം. അച്ഛൻ്റെ മേൽവിലാസത്തിൽ അഹങ്കരിച്ച് ജീവിക്കാൻ ഇവളൊന്നു വരെ ശ്രമിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മക്കൾക്ക് നൽകിയ ഏറ്റവും വലിയ സ്വത്ത് അവളുടെ ക്യാരക്ടർ തന്നെയാണ്. എൻ്റെ ചിത്തേച്ചിയുടെ മനസ്സും ഭാവവും തന്നെയാണ് പകർത്തി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അല്പ അഹങ്കാരത്തോടെ തന്നെ പറയാ, എൻ്റെ മകൾ എന്നും നിന്റെ ശക്തിയും ധൈര്യവും സന്തോഷവും ഒക്കെ ആയിരിക്കും. തിരിച്ച് അവൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്
100% ഉറപ്പ് എനിക്ക് എൻ്റെ എബിയുടെ കണ്ണിലെ സന്തോഷത്തിൽ കാണാം. ആ വിശ്വാസത്തിൽ വിള്ളൽ വീഴ്ത്താൻ നീ ശ്രമിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ പറഞ്ഞ പോലെ ഈ നാട് തന്നെ ഇതിൻ്റെ പേരിൽ കത്തിയാലും മാളിയേക്കൽ ആദിത്യൻ്റെ മകൾ സ്വാതി നിനക്കുള്ളതായിരിക്കും. ഇരുവരെയും ചേർത്ത് നിർത്തി പുഞ്ചിരിയോടെ പറഞ്ഞു. സ്വാതി അച്ഛനെ ഇറുകിയപ്പോഴൊന്ന് വിട്ടുമാറി ബഷീറിന്റെ നനഞ്ഞു ഉതിർന്ന മുഖത്ത് അമർത്തിയൊന്ന് ഉമ്മച്ചു. ബഷീർ ഞെട്ടി കണ്ണു തള്ളി പകച്ചു നിൽക്കുമ്പോൾ ആദിത്യനെ എബിയും വജ്രയും പ്രണവിന്റെ ഞെട്ടിൽ നിന്ന് മുക്തരായി ഉറക്കെ ചിരിച്ചു പോയിരുന്നു. സ്വാതിക്ക് അപ്പോഴാണ് പരിസരബോധം വന്ന് നെറ്റിയിൽ കൈപ്പത്തി കൊണ്ടടിച്ച അച്ഛന്റെ പിന്നിലേക്ക് ഒളിച്ച അവളെ വലിച്ച് മുന്നോട്ട് നിർത്തി ആ തലക്കിട്ടൊന്ന് കൊട്ടി ആദിത്യൻ. അച്ഛനെ നാണം കെടുത്തില്ലേടി പുത്തയടുത്ത് സുൽത്താന്റെ ബീവി ഉമ്മുക്കുൽസു. അതും പറഞ്ഞ് ചിരിച്ച എല്ലാവരെയും മറികടന്ന് പോകാൻ നിന്ന ആദിയെ ബഷീർ ഉടനടി പിടിച്ചു നിർത്തി. അത് പിന്നെ ഉപ്പാനോടും ഉമ്മാനോടും ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സ്വാതി ഒത്തിരി ഇഷ്ടമാണ്. സംസാരിക്കാൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചിരിക്കുക. ഇവിടുത്തെ അപ്പച്ചി അവർക്ക് എന്നെ ഇഷ്ടാവോ? സ്വാതിയെക്കുറിച്ച് അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്ന് അവൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ അവസ്ഥയിൽ അവരെ പക്ഷെ എനിക്ക് എൻ്റേതാണെന്ന് ഉറപ്പിക്കാനൊരു വാക്ക് എൻ്റെ ഉപ്പയുടെ അങ്കിൾ പറയുന്നത് കേൾക്കാൻ വല്ലാത്തൊരു ആക്രാന്തം അല്ലേ? അവൻ തപ്പിപ്പെറുക്കി പറയുന്നേട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ ഭാഗങ്ങൾ കണ്ട് ചിരി സഹിക്കാൻ വയ്യാതെ പ്രണവാണത് പൂർത്തിയാക്കിയത്. ബഷീർ അവനെ കണ്ണുറുക്കിയും നോക്കിയതും പ്രണവ് എബിയുടെ തോൾ കൈയിട്ട് തലതാഴ്ത്തി ചിരിച്ചു. എബി പ്രണവിന്റെ തലയിൽ ചിരിയോടൊന്നും തട്ടി. വജ്ര സ്വാതിയെ ചുറ്റിപ്പിടി ചിരിച്ചു നിൽക്കുന്നു. ആദിത്യൻ പുഞ്ചിരിയോടെ അവനെ തോൾ കൈയിട്ടു. ഇപ്പൊ ഇവിടെ ആരൊന്നും അറിയണ്ട, അപ്പച്ചിയുടെ ട്രീറ്റ്മെന്റ് നടക്കുമല്ലേ. മാത്രമല്ല സ്വാതി പഠിപ്പുഴയും ജോലിയിട്ട് ആ വിവാഹത്തിനൊന്നും സമ്മതിക്കില്ലെന്ന് പണ്ടേ ഇവിടെ എല്ലാവർക്കും അറിയുന്നതുവാ. അതുകൊണ്ട് അടുത്ത 2-3 വർഷത്തേക്ക് മറ്റു പ്രപ്പോസലിന്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. എത്രയൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ബാക്കിയുള്ള പടകൾക്ക് നിന്റെ മതം പ്രശ്നമാക്കുള്ള മനസ്സൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ സ്ട്രെസ്സും ടെൻഷനും തലയിൽ വലിച്ചു കയറ്റേണ്ട രണ്ടും. ഞാനും നിന്റെ ഉപ്പയും പുറത്തെഴുതി വെച്ച് കണ്ടോളാം. നിന്റെ ആഗ്രഹം പോലെ ഉപ്പയോട് സംസാരിക്കാം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.